1,05,00,000 ആഡംബര വാഹനത്തിൽ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടി വന്നപ്പോ കാലടിയിൽ ഒരു 5 വയസ്സുകാരിക്ക് പനി കൂടിയപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു അപ്പനെ രാത്രി 10:30 വരെ പോലീസ് പിടിച്ചിരുത്തിയത്. നവകേരള സൃഷ്ടി നടത്തിക്കഴിഞ്ഞ് പിണറായി വിജയൻ പോയി. ആ കുട്ടിക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായില്ല. മറുപടി പറയണ്ടേ ഈ സർക്കാർ? ആലുവയിലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കരുന്ന് ചായക്കടക്കാരോട് തിട്ടൂരം മുഴക്കിയത് പിണറായി വിജയനാ. കറുത്ത ഉടുപ്പിട്ടതിന്റെ പേരിലാണ് ഞാനൊക്കെ 10 ദിവസം ജയിലിൽ കിടന്നത്. അന്ന് പിടിച്ചു വെച്ച പാസ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന പിണറായി വിജയന് നമ്മളൊരു കറുത്ത മാസ്ക് വെച്ചാൽ, കറുത്ത ഉടുപ്പിട്ടാൽ, കറുത്ത കൊട ചൂടിയാൽ, കറുത്ത പാന്റോ കറുത്ത ഷൂവോ ഇട്ടാൽ പോലും പേടിയാണത്രേ. നാളെ ഞാൻ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ എന്റെ കറുത്ത അടിവസ്ത്രം അലക്കിയിട്ടാൽ അത് പിണറായി വിജയൻ 80 കോടി രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ കാട്ടിൽ ആടി ഉലഞ്ഞാൽ അത് കണ്ട് പേടിക്കുന്ന പിണറായി വിജയൻ നാളെ നമ്മൾ അതിന്റെ പേരിൽ ജയിലിലിട്ടാലും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് പ്രതിഷേധിക്കണം. പ്രതിഷേധമുള്ളവർക്ക് മാത്രമുള്ളതാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗം അവലംബിച്ചുകൊണ്ടാണ്. ആ സമരമാർഗത്തിന്റെ പേര് സംസാരിക്കുക എന്നുള്ളതാണ്. വരുന്ന ഡിസംബർ 9-ാം തീയതി നമ്മുടെ പോളിംഗ് ബൂത്തിലെ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ക്യൂ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടുവിരലമർത്തി വിജയിപ്പിക്കുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തിനെ കുറിച്ച് സംസാരിക്കണം? വെള്ളക്കരം കൂട്ടിയതിനെ കുറിച്ച്, വൈദ്യുത ചാർജ് കൂട്ടിയതിനെ കുറിച്ച്, വീട്ടുകാരൻ കൂട്ടിയതിനെ കുറിച്ചിട്ട്, സകലമാന ഫീസ് വർധനവിനെ കുറിച്ചിട്ട്, പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ട്, ക്ഷേമനിധികൾ 18, 19, 21 മാസമായിട്ട് വിവിധ ക്ഷേമനിധികൾ പെൻഡിംഗ് ആയതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം. നമ്മുടെ PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർ മുട്ടിലഴഞ്ഞ് കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്ത്, കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്ത്, ചോര കൊണ്ട് പോസ്റ്റർ എഴുതി സമരം ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. ഒരാൾക്ക് പോലും നിയമനം നൽകിയില്ല യുവജന വഞ്ചനയുടെ സർക്കാർ. ആശാ വർക്കർമാർ 260ഓളം ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ആ സെക്രട്ടേറിയറ്റിലെ ആ ജനൽപ്പാളി ഒന്ന് തുറന്നു നോക്കിയാൽ പുറത്ത് കാണാവുന്ന അത്രയും ദൂരത്തിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തത്. അവരോട് അനുഭാവം കാണിക്കാത്ത ഒരു സർക്കാർ, സ്ത്രീ വഞ്ചകരായിട്ടുള്ള സർക്കാർ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ അർദ്ധബോധാവസ്ഥയിൽ CPM-ന്റെ സംഘടനാ നേതാവ് പീഡിപ്പിക്കുന്നത്. ആ വൃത്തികെട്ടവനെതിരെ പരാതി കൊടുത്തപ്പോ ആ മെഡിക്കൽ കോളേജിൽ ഒരേ ഒരാൾ മാത്രമാണ് ആ സ്ത്രീയോടൊപ്പം നിന്നത്, അവിടുത്തെ ഹെഡ് നഴ്സ്. അവരെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാതൃക കാണിച്ചു പിണറായി വിജയന്റെ സർക്കാർ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുമ്പോ ഒരു സ്ത്രീയും ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരു സ്ത്രീയും ICUവിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പിച്ച് പറയണം. സ്ത്രീ വിരുദ്ധ സർക്കാർ, SC/ST കുട്ടികളുടെ ഗ്രാന്റ് കട്ട് ചെയ്തൊരു സർക്കാർ, ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തൊരു സർക്കാർ, കർഷകരെ വഞ്ചിച്ച ഒരു സർക്കാർ, സമസ്ത മേഖലയിലും പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊള്ളയടിച്ച് മുന്നോട്ട് പോയി. ഇപ്പൊ അവസാനം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയായപ്പോ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി വരെ കട്ട് കടത്തുന്ന രീതിയിലേക്ക് മാറുക.